അങ്കമാലി ഒമേഗ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടർമാനമായി ചില മനഃശാസ്ത്രപരമായിരിക്കുന്ന പഠനങ്ങളും ഇന്ന് സമൂഹത്തിൽ കൗമാരപ്രായക്കാർ മുതൽ മുതിർന്ന ആളുകൾ വരെ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും അനന്തരഫലങ്ങളും സംബന്ധിച്ചുള്ള ചില വിശദമായ നിരീക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പൊതുജനത്തിൻ്റെ മുൻപിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഏറ്റവും കൃത്യമായ ചില അനുഭവങ്ങൾ ഇവിടെയുള്ള കൗൺസിലിംഗ് കൺസൾട്ടൻറ്റുകളെ സമീപിച്ച് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ പങ്കുവച്ച കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിരന്തരമായി കൗൺസിലിംഗ് മേഖലയിൽ കുട്ടികൾക്കിടയിൽ, മുതിർന്നവർക്കിടയിൽ, കൗമാരക്കാരുടെയും യൗവനക്കാരുടെയും ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും കാണുകയും അതിൻ്റെ സാധ്യതകൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ്, ഏതെല്ലാം ജനിതകപരമായ വൈകല്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, സാമൂഹികമായി എന്തെല്ലാം പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദത്തിനും മാനസിക രോഗത്തിനും കാരണമാകുന്നുണ്ട്, ഒരാളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ്, ഇതൊക്കെയാണ് പഠന വിധേയമാക്കുന്നത്. ഒരുപക്ഷെ ഒരു പഴയ കാലത്തിൻ്റെ ചിന്തയിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാനസിക രോഗമായി വ്യാഖ്യാനിക്കുകയും നമ്മൾ പൊതുവിൽ ഭ്രാന്ത് എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലാണ് ആളുകൾ കാണുന്നത്. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ആളുകൾ, ഡിപ്രഷനുള്ള ആളുകൾ, ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകൾ, അധികം സംസാരിക്കുന്ന ആളുകൾ, ഒട്ടും സംസാരിക്കാത്ത ആളുകൾ, വിവിധ തരം സ്വഭാവ വൈകല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവരെ മനോരോഗികളായി കാണുകയോ അങ്ങനെ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് പൊതുവിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത്. ചികിത്സിച്ചാൽ, കൃത്യമായ പരിചരണം കൊടുത്താൽ, കൃത്യമായ നിരീക്ഷണത്തിലൂടെ ശ്രദ്ധാപൂർവമായിരിക്കുന്ന പരിശീലനം കൊടുത്താൽ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും എന്ന കാര്യം ശാസ്ത്രലോകം വളരെ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്, പ്രായോഗികതയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മനോവൈകല്യങ്ങൾ സ്വാഭാവികമായ മനുഷ്യൻ്റെ ശരീരപ്രകൃതിയിലെ ഒരു പ്രത്യേകതയുടെ ഭാഗമാണ്. മനസ്സ് മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും സുപ്രധാനമായത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ മനസ്സിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഒരു മനസ്സുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും സൗഖ്യമാക്കാനും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിയും എന്ന സത്യം നാം തിരിച്ചറിയണം. ഈ മേഖലയിൽ അതിനൂതനമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ ഒരവയവം അല്ല. മൈൻഡ് അതൊരു ഓർഗൻ അല്ല, അത് ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന
ഒരു രാസസംവേദ പ്രവർത്തനമാണ്. ആ സംവേദന പ്രക്രിയ നടക്കുന്നത് സംവേദ നാഡികൾ വഴിയാണ്. അപ്പോൾ ശരീരമാകമാനം മനസ്സ് പടർന്നു കിടക്കുന്ന ഒരു സംവിധാനമാണ് സൃഷ്ടിപരമായി മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ വായിച്ചെടുക്കാനും അറിയാനുമൊക്കെ ഒരു മനുഷ്യനെ പൂർണ്ണമായി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ പൂർണ്ണമായും ആരോഗ്യവാനാണോ എന്നറിയാൻ, മാനസികമായിട്ട് അദ്ദേഹം പൂർണ്ണ ആരോഗ്യമുള്ളവനാണോ എന്നറിയാൻ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ട്, പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത്. ശാസ്ത്രബോധമുള്ള രാഷ്ട്രങ്ങൾ ശാസ്ത്രീയമായി ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിയോഗിക്കുന്ന ആളുകളുടെ മാനസിക ആരോഗ്യം നിരീക്ഷിക്കുന്ന രീതിയുണ്ട്. യുദ്ധമേഖലകളിൽ, രാജ്യത്തിൻ്റെ തന്ത്രപരമായ പ്രവർത്തന മേഖലകളിൽ, ഭരണരംഗത്ത്, മറ്റിതര മേഖലകളിൽ, വൈദ്യശാസ്ത്ര പ്രവർത്തന രംഗത്ത് രോഗികളെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനോനിലയും വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ ആണ്, മാനസികമായിട്ട് പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളാണ് എന്നുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അവരെ ആ മേഖലകളിൽ നിയമിക്കുന്നത്. ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം അത്തരത്തിലുള്ള പല മേഖലകളിലും പൂർണ്ണമായ വികാസം കൈവരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത.